പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയെന്നാണ് വാർത്ത. ബംഗാൾ ഉൾക്കടലിലാണ് ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നും അറിയുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജി വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ സാഹചര്യം ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയതല്ല. അത്ര സുപ്രഭാതമൊന്നുമല്ല കേരളത്തിൽ പൊട്ടിവിടരുന്നത്. രക്തത്തിൻ്റെ കറ നമുക്ക് അനുഭവപ്പെടുന്ന പ്രഭാതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ ഭൂചലനത്തിൻ്റെ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലുമാണ് ഈ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് റിക്ടർ സ്കെയിലിലെ കണക്കുകൾ അനുസരിച്ച് 5-ന് മുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ശക്തമായിട്ടുള്ള ഭൂചലനമാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. നിലവിൽ അത്തരത്തിലേക്ക് കണക്കുകൾ മുൻനിർത്തി നോക്കുമ്പോൾ ശക്തമായ ഭൂചലനമാണ് ഒഡീഷയിലും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടുള്ള അത്തരത്തിലേക്കുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ ബംഗാൾ ഉൾക്കടലാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 91 കിലോമീറ്റർ ആഴത്തിലാണ് ഈ പ്രഭവ കേന്ദ്രം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 6:10 കൂടിയാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലാണ് ആദ്യം ഭൂചലനം ഉണ്ടാകുന്നത്. പിന്നാലെ അതിന്റെ പ്രകമ്പനം ഒഡീഷയിലും ഉണ്ടായെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതുവരെ ആളപായമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളോ ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. എസ് കെ. താങ്ക് യു വിനീത വിജി.